ക്രിസ്മസിനോട് ചേർന്നുള്ള എല്ലാത്തിനെയും നമ്മൾ ക്രിസ്മസിൻ്റെ പേരിട്ട് വിളിക്കാറുണ്ട്. ക്രിസ്മസ് കാർഡ്, ക്രിസ്മസ് കരോൾ, ക്രിസ്മസ് ഗിഫ്റ്റ്, ക്രിസ്മസ് ഫ്രണ്ട്, എന്തും ആയിക്കൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ ക്രിസ്മസിനോട് ചേർന്ന് ഇന്നലെ നമുക്ക് എലക്ഷൻ ആയിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ഒരു ക്രിസ്മസ് എലക്ഷൻ എന്ന് വിളിക്കാം. ഞാൻ വോട്ട് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഒരു സ്ഥാനാർത്ഥി വന്നു. സ്ഥാനാർത്ഥി തന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ചിഹ്നം? ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. പെട്ടെന്ന് പുള്ളി പെർപ്ലെക്സ്ഡ് ആയിപ്പോയി. പെട്ടെന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റിയില്ല ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ചിഹ്നം എന്താന്ന്. പിന്നെ പതുക്കെ പുള്ളി ഒന്ന് കൂളായി പുള്ളി ആ ചിഹ്നം പറഞ്ഞു വന്നു. ഈ ദിവസങ്ങളിൽ എലക്ഷൻ്റെ ഡേയ്സ് ആണ്. എലക്ഷൻ്റെ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികളൊക്കെ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അവരുടെ മുഖവും അവരുടെ ചിഹ്നവും നമ്മുടെ മനസ്സിലൊന്ന് പതിപ്പിക്കാൻ വേണ്ടി. ദ ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എവർ ടോൾഡ് എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് ചിത്രമുണ്ട്. അതിൽ പറയുന്നത് മനുഷ്യനായിട്ട് അവതരിച്ച ഈശോയെക്കുറിച്ചുള്ള ഒരു ചിത്രമാണ്. അതിൽ ഒരു രസകരമായിട്ടുള്ള രംഗം ഇങ്ങനെയാണ്. ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ കൂടെ നടന്നു പോവാണ്. ഒരു ചുങ്കപ്പുരയുടെ സൈഡിൽ കൂടെ പോകുന്നത്. അപ്പോൾ മത്തായി തിരക്കിൻ്റെ ഇടയിൽ വന്നിട്ട് ചോദിക്കുന്നതാണ്, ടാക്സ് കൊടുക്കേണ്ട എന്തെങ്കിലും ലഗേജിലുണ്ടോ? ഈശോ ഒന്നും മിണ്ടാണ്ട് പോകും. അപ്പോൾ മത്തായി വിചാരിക്കുന്നത് ഈശോ അത് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ കൂടെയുള്ള ഒരു ശിഷ്യനോട് ചോദിക്കുന്നത്, ഈശോ കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു, എന്തെങ്കിലും ടാക്സ് കൊടുക്കേണ്ട എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ലഗേജിലുണ്ടോ? കൂടെ ഉണ്ടായിരുന്ന ശിഷ്യൻ ഈ മത്തായി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നത് ഉണ്ട്, അവന് നിന്നോടുള്ള സ്നേഹം. ആ സ്നേഹം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് വീണ്ടും ഒരു ക്രിസ്മസ് വന്നിരിക്കുക. ഈശോയുടെ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ പതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ സ്ഥാനാർത്ഥികൾ പല വഴികൾ കാണിക്കുന്നുണ്ട്, പല വഴികൾ ചെയ്യുന്നുണ്ട്, പല ഡിജിറ്റലായിട്ടുള്ള എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഒരു ചിഹ്നം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉറപ്പിക്കാനായിട്ട് എടുക്കുന്ന ഒരു വഴിയാണ് ക്രിസ്മസ്. ആ സ്നേഹം അവൻ മനസ്സിൽ ഉറപ്പിക്കുക തന്നെ ചെയ്തു. ഇതുവരെയും ആരും എടുക്കാത്ത ഒരു പുതിയ രീതിയിലൂടെ ദൈവം മനുഷ്യനായി പിറന്നതുകൊണ്ട് അവൻ്റെ സ്നേഹം മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉറപ്പിക്കുകയാണ്. ഈ ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട്. ഈ ഒരു വിശ്വാസത്തോടുകൂടെ ക്രിസ്മസ് നമ്മളിങ്ങനെ ആഘോഷിച്ച് നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഓർക്കുക, ക്രിസ്തുവിൻ്റെ മുഖം എൻ്റെ ഹൃദയത്തിൽ പതിയണം, ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ പതിയണം. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ മുഖം പതിച്ച മനുഷ്യരായിട്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹം പേറുന്ന നല്ല വ്യക്തികളായിട്ട് ജീവിക്കുമ്പോൾ ഇതൊരു സ്നേഹത്തിൻ്റെ ക്രിസ്മസ് ആയിട്ട് മാറും. ഇതൊരു ക്രിസ്മസ് എലക്ഷനായിട്ട് മാറും. ക്രിസ്മസിൻ്റെ എലക്ഷനൊക്കെ കഴിഞ്ഞു അല്ലേ, വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞു. ഇത്രയും നാൾ അനൗൺസ്മെൻ്റൊക്കെ നമ്മുടെ മുമ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ അനൗൺസ്മെൻറ്റിൻ്റെ അവസാനം ഇങ്ങനെയാണ്, സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്, സ്നേഹത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ അല്ലേ, ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു, കുറച്ച് പേരൊക്കെ ജയിക്കും. ഓർക്കുക, സ്നേഹത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിച്ചവർ ആജ്ഞാപിക്കാൻ തുടങ്ങും. സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചവർ ജയിച്ചു കഴിയുമ്പോൾ ആക്രോശിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഈശോ അവൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴും കുരിശുമരണം വരെയും അവൻ അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ഈ സ്നേഹത്തിൽ നിലനിൽക്കുക എന്ന്. ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്കും ആത്മാർത്ഥമായിട്ട് ഒരു തീരുമാനം എടുക്കാം. ഞാൻ എന്തുമാത്രം വളർന്നാലും, ഞാൻ എന്തുമാത്രം ഉയർന്നാലും, ഈശോ ഈ ക്രിസ്മസിലൂടെ നമ്മൾക്ക് നൽകുന്ന സ്നേഹത്തിൻ്റെ ആ ചിഹ്നം അതൊരിക്കലും ഒളിമങ്ങാതെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ ഈ ക്രിസ്മസ് നമ്മളെ സഹായിക്കട്ടെ. വിഷ് യു എ മെറി ക്രിസ്മസ്.